ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. ശ്രീകൃഷ്ണ ജയന്തി എന്താണെന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം, അതായത് രോഹിണി നാളിൽ ആരാധിച്ച് വരുന്ന ഒരു ദിവസമാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി. നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് കുറേ കൃഷ്ണന്മാരും രാധമാരും ഒരു രുക്മിണിയൊക്കെ ആയിട്ട് ഒരു ഘോഷയാത്ര പോകും. ഇതിൽ നമ്മൾ ഒരു അമ്പലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അടുത്ത അമ്പലത്തിൽ നിന്ന് അങ്ങനെ ജോയിൻ ചെയ്തിട്ടൊരു വലിയ ഘോഷയാത്രയായിട്ടാണ് നോർമലി ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നമ്മളിവിടെ അത്ര വലുതല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പരിപാടിയുടെ ദിവസം വൈകുന്നേരം എല്ലാവരും റെഡിയായിട്ട് ഇതുപോലെ അങ്ങ് ഘോഷയാത്ര പോകും. പൊതുവേ ഞാൻ ഘോഷയാത്രയിലൊന്നും പങ്കെടുക്കലില്ല, പകുതിക്ക് ഞാനെപ്പം ജോയിൻ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ മൊത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല നല്ല മെമ്മറീസും കിട്ടി. പിന്നെ ഈ കുട്ടികളൊക്കെ ഡാൻസ് ഉണ്ടായി, അത് കാണാൻ അതിലും ഭംഗിയായി. കാരണം ഒന്നാമത് ഇവരെ കാണാനേ ഭംഗി, അതിൻ്റെ കൂടി ഡാൻസും കൂടി ആകുമ്പോൾ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട്, അതായത് ഈ ജോയിൻ ചെയ്ത് രണ്ട് ടീംസും കൂടിയിട്ട് അടുത്ത അമ്പലത്തിൽ പോയിട്ട് അവിടെ ഒന്ന് തൊഴുത് നമ്മുടെ ഈ കണ്ണന്മാരും ഈ അല്ലാത്ത ബാൻഡും അല്ലാണ്ട് നമുക്ക് ഈ കുറേ കാഴ്ചകളും ഉണ്ടാവും. അതായത് മഹാവിഷ്ണുവിൻ്റെ കുറേ അവതാരങ്ങൾ അല്ലെങ്കിൽ കൃഷ്ണൻ അങ്ങനെ കുറേ കാഴ്ചകളും പുറത്തേക്കുണ്ടാവും. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താ, പായസം കുടിക്കാൻ. അത് ആ വഴിക്ക് കൃത്യമായി നടന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.